എല്ലാവർക്കും നമസ്കാരം. അങ്കമാലി നിയോജകമണ്ഡലത്തിൽ നിന്നും UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇന്ന് ആലുവ തഹസിൽദാർ മുമ്പാകെ 11 മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം വരികയാണ്. അങ്കമാലിയിൽ നിന്നും വീണ്ടും ജനവിധി തേടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പാർട്ടിയും മുന്നണിയും എന്നിൽ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തത്തിനും വിശ്വാസത്തിനും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് നന്ദി പറയുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം അങ്കമാലിയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു MLA എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനാണ് ഇക്കാലം അത്രയും പരിശ്രമിച്ചിട്ടുള്ളത്. ജനങ്ങൾ ഈ കാലയളവിൽ നൽകിയിട്ടുള്ള വലിയ പിന്തുണയും സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ തന്നെയാണ് പൊതുജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ മൂലധനമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ തുടർന്നും ഉണ്ടാകും എന്ന വിശ്വാസം എന്നോടൊപ്പമുണ്ട്. ജനങ്ങളുടെ അടുത്തേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കടന്നു ചെല്ലുന്ന എല്ലാ മേഖലയിലും ആളുകൾ വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് നമ്മുടെ പ്രചരണ പരിപാടികളെയൊക്കെ സ്വീകരിക്കുന്നത്. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ദുർഭരണം അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. അപ്പോൾ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നിശ്ചയമായും കേരളത്തിൽ LDF സർക്കാരിനെ താഴെയിറക്കുന്നതിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF-ന്റെ അതിന്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്നും UDF-ന്റെ ഒരു ജനപ്രതിനിധിയും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കേരള നിയമസഭയ്ക്കകത്ത് ഉണ്ടാവണം എന്നുള്ളത് അങ്കമാലിക്കാരുടെ ആഗ്രഹമാണ്. തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ഉണ്ടാവണം. മുൻപും നിങ്ങളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്, തുടർന്നും അതിനോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രധാനമായും അങ്കമാലി ബൈപ്പാസിന്റെ റോഡിന് കാര്യമായി വീഴ്ച വരുത്തി പിന്നെ ഈ 10 വർഷത്തെ വികസനം വരും. പിന്നെ കിംഫ്ബി പദ്ധതിക്ക് വേണ്ടി കാര്യമായ പ്രവർത്തനം നടത്തിയില്ല. ഒരു പ്രധാന ഒരു ആരോപണം. അതിനൊരു കുറേ ആരോപണങ്ങളുണ്ട്. അത് 2 കാര്യങ്ങളും പ്രധാനമായി അവർ ഉപയോഗിച്ചു. അപ്പോൾ അത് ഈ അങ്കമാലി ഇങ്ങനെ 15 വർഷക്കാലം BJPയുടെ കാലത്ത് വികസനം ഒന്നും പ്രകടിച്ചിരുന്നു. അതിനുശേഷം പിന്നെ 10 വർഷക്കാലം ജോസഫിൻ്റെ കാലത്ത് എന്തെങ്കിലും ഏറ്റുപുരിയുടെ കാലത്ത് എന്തെങ്കിലും വികസനം ഉണ്ടായിരുന്നു. അതിനുശേഷം വികസനം മുരടിച്ചേക്കാണ്. അപ്പോൾ ഈ അങ്കമാലിയുടെ ഭാവി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇപ്പോൾ ഈ പുതിയൊരു ഭരണ സംവിധാനം മാറ്റം അനിവാര്യമാണ് എന്നാണ് അവർ വളരെ പ്രധാനപ്പെട്ട പറഞ്ഞത്. അപ്പോൾ ഈ ബൈപ്പാസിൻ്റെ വിഷയത്തിൽ MLA എന്തൊക്കെ നിലപാടെടുത്തു അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും വിശദീകരിച്ചാണ്. അങ്കമാലി ബൈപ്പാസ് അങ്കമാലിക്കാരുടെ വളരെ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അവരുടെ പല പദ്ധതികളും അത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. അങ്കമാലി ബൈപ്പാസ് 2016 ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുമ്പോൾ അതിനോടൊപ്പം കേരളത്തിൽ 16 ബൈപ്പാസ് പദ്ധതികൾ പ്രഖ്യാപിച്ചു. ആ 16 ബൈപ്പാസ് പദ്ധതികളിൽ ഒന്നുപോലും ഈ 10 വർഷങ്ങൾക്കിപ്പുറം അത് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഈ സർക്കാരിനും കിഫ്ബിക്കും സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ LDF സർക്കാരിന്റെയും കിഫ്ബിയുടെയും പ്രവർത്തനത്തിന്റെ രീതി എന്താണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാവും. ഇപ്പോൾ അങ്കമാലി ബൈപ്പാസ് മാത്രമാണ് നടക്കാതെ പോയത് എങ്കിൽ ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് ഇടതുപക്ഷത്തെ ആളുകളോട് ചോദിക്കുവാനുള്ളത്, അങ്കമാലി ബൈപ്പാസ് ഉൾപ്പെടെ 16 ബൈപ്പാസ് പദ്ധതികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷ MLA-മാരുടെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ പ്രഖ്യാപിച്ച ഈ ബൈപ്പാസ് പദ്ധതികൾ, കിഫ്ബി പദ്ധതികൾ എന്തുകൊണ്ടാണ് നടക്കാതെ പോയത് എന്ന് ദയവ് ചെയ്ത് LDF-ന്റെ നേതാക്കന്മാർ മറുപടി പറയണം. ഞാനത് ഏതൊക്കെ ബൈപ്പാസ് പദ്ധതികളാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് തരാം. 2016 ബഡ്ജറ്റ് പ്രസംഗം പരിശോധിച്ചാൽ മതി. അതിലുണ്ടായിരുന്ന ബൈപ്പാസ് പദ്ധതികളാണ്. അപ്പോൾ അതിൽ ഒരെണ്ണം പോലും യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഈ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇത് തന്നെയാണ് ഞങ്ങൾ
ഇത് തന്നെയാണ് ഞങ്ങൾ കിഫ്ബിയെ കുറിച്ച് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത്. കാരണം കിഫ്ബി പദ്ധതികളെല്ലാം പ്രഖ്യാപനത്തിൽ നിൽക്കുകയാണ്, ഒന്നും പ്രവൃത്തി പദത്തിൽ വരാൻ സാധിക്കുന്നില്ല. അങ്കമാലി ഗിഫ്റ്റ് സിറ്റിക്ക് 850 കോടി രൂപ എന്ന് പ്രഖ്യാപിച്ചു. 1 രൂപ കൊടുക്കാൻ കഴിഞ്ഞോ? അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതിക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കും, ഇപ്പൊ ഭൂമി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. 1 രൂപ കൊടുത്ത് 1 സെന്റ് ഭൂമി ഏറ്റെടുക്കുവാനായിട്ട് ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ? അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് അങ്കമാലി മാത്രം നിൽക്കുന്നതല്ലോ, എറണാകുളം ജില്ലയ്ക്ക് മുഴുവൻ അല്ലെങ്കിൽ എറണാകുളം പട്ടണത്തിന് ഇന്ന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്കമാലിയിലെ ബ്ലോക്ക്, ആലുവയില്, കളമശ്ശേരിയില്, എടപ്പള്ളിയില്, മരട്, കുണ്ടന്നൂര്, ഈ എറണാകുളം പട്ടണത്തിന്റെ മുഴുവൻ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടായി? 1 രൂപ കൊടുത്ത് 1 സെന്റ് ഭൂമി ഏറ്റെടുക്കുവാനായിട്ട് ഇതുവരെ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. അങ്കമാലി എംഎൽഎയുടെ കുഴപ്പം കൊണ്ടാണോ മറ്റ് നിയോജകമണ്ഡലങ്ങളിൽ ഭൂമി ഏറ്റെടുക്കാനും അത് മുന്നോട്ട് പോകാനും സാധിക്കാതെ പോകുന്നത്? സീപോർട്ട് എയർപോർട്ട് റോഡ് യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഈ ബഡ്ജറ്റിൽ കിഫ്ബി പ്രഖ്യാപിച്ച കാര്യങ്ങളാണ്, നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ബാംബു കോർപ്പറേഷനെ തകർത്ത് തരിപ്പണമാക്കി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താഴെ മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് അത് കൂട്ടാത്തതാണ്. ഇപ്പോൾ ആ അവസ്ഥയിലാണ് ബാംബു കോർപ്പറേഷൻ എത്തി നിൽക്കുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഇന്ന് പ്ലാന്റേഷൻ മേഖലയിലൊക്കെ തൊഴിലാളികൾ വലിയ ദുരിതത്തിലാണ്. അവിടെ ലയങ്ങളിലൊക്കെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളെ നിങ്ങളൊന്ന് പോയി കാണണം. ഇവിടെ ഇടതുപക്ഷത്തിന്റെ സർക്കാർ എന്നാ പറയുന്നത്, തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെയാണ് പറയുന്നത്. ആ തൊഴിലാളികൾക്ക് വേണ്ടി, ആ കോർപ്പറേഷന് വേണ്ടിയിട്ട് എന്ത് ചെറു വേറിലിറക്കാനായിട്ട് ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ അങ്കമാലി ശബരി പാതയ്ക്ക് 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പറഞ്ഞു ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ 50% സർക്കാർ വഹിക്കും. അന്ന് പറഞ്ഞത് 1900 കോടി രൂപ വരും, അതിന്റെ പകുതി സംസ്ഥാനം വഹിക്കും എന്ന് പറഞ്ഞു. 1 രൂപ മുടക്കിയില്ല, 1 സെന്റ് ഭൂമി ഏറ്റെടുത്തില്ല, ഒരു കല്ലിട്ടില്ല, പണ്ടിട്ട കല്ല് അവിടെ കിടക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് വീണ്ടും വന്നപ്പോൾ തൊട്ട് മുമ്പ് വീണ്ടും ഒരു പ്രഖ്യാപനം, ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പകുതി കൊടുക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് തുക എത്രയായി? അന്ന് 1900 കോടിയായിരുന്നത് ഇന്നിപ്പോ 2800 കോടിയായി. അത്രമാത്രം വ്യത്യാസമുള്ളൂ. എന്നിട്ട് ഇതെല്ലാം പ്രഖ്യാപനങ്ങളിൽ നിൽക്കുകയാണ്. ഈ പ്രഖ്യാപനങ്ങൾ മാത്രമായി കേരളത്തിൽ എന്താണ്ടൊക്കെ നടത്തുന്നു എന്നുള്ള വലിയൊരു പ്രതീതി സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുകയും എന്നാൽ പ്രവൃത്തി പദത്തിൽ ഇതൊന്നും കൊണ്ടുവരാൻ സാധിക്കാതെ കേരളത്തെ പിന്നോട്ടടിച്ച 10 വർഷങ്ങളാണ് കടന്നുപോയത്. ഒരു കാര്യം കൂടി ഞാൻ വളരെ വിനയത്തോടു കൂടി ചോദിക്കുകയാണ്. LDF സർക്കാർ, നമ്മൾ മറ്റു കാര്യങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും പോകണ്ട, എറണാകുളം ജില്ലയിലാണോ നമ്മളുള്ളത്? എറണാകുളം ജില്ലയിൽ UDF ഗവൺമെന്റിന്റെ കാലത്ത് നമുക്ക് ഈ ജില്ലയുടെ മുഖച്ഛായ മാറ്റിയ പദ്ധതികൾ നടപ്പിലാക്കിയതിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോ ഇവിടെ കൊച്ചി മെട്രോയുടെ കാര്യത്തിലായാലും, നമ്മുടെ കൊച്ചി വിമാനത്താവളമായാലും, അതിന്റെ പുതിയ ടെർമിനലായാലും, അതുപോലെ കൊച്ചിയുടെ മുഖച്ഛായ മാറ്റിയ നിരവധി പദ്ധതികളെ കുറിച്ച് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. കാരണം ഈ സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ഖജനാവിലേക്ക് സംഭാവന ചെയ്യുന്ന ജില്ലയാണ്. എന്നിട്ട് LDF സർക്കാർ വന്ന് 10 വർഷം അത്തരത്തില് എന്തൊരു പദ്ധതിയാണ് എറണാകുളം ജില്ലയ്ക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കാനായിട്ട് ഈ സർക്കാരിന് സാധിച്ചത്? അങ്ങനെ പ്രഖ്യാപനങ്ങൾ മാത്രമായി പോയ ഒരു സർക്കാരാണ്. അതിന്റെ ദുരിതം അങ്കമാലിയിലെ ജനങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതിന്റെ പ്രയാസം, അതുകൊണ്ടാണ് ഈ ബൈപ്പാസ് പദ്ധതി ഉൾപ്പെടെ നടക്കാതെ പോയത്. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ ഇത് യാഥാർത്ഥ്യമാകാൻ UDF സർക്കാർ വരും, UDF സർക്കാർ വരികയും ചെയ്യും, അങ്കമാലി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും. നമ്മുടെ ഭരണകക്ഷി MLA-മാർക്ക് ബൈപ്പാസിന്റെ കൊടുത്തില്ല, അതുപോലെ തന്നെ സംസ്ഥാനത്തോട്ട്. അപ്പൊ നിവേദനം കാണിച്ചില്ല അല്ലേ? അതായത് ഈ 16 ബൈപ്പാസ് പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കുന്നതിൽ ഒരു വിവേചനം ഉണ്ടായില്ല. നടപ്പിലാക്കാത്ത കാര്യത്തിൽ തുല്യമായിട്ടാണ് നടപ്പിലാക്കാതെ. അപ്പൊ അതുകൊണ്ട് അതാ പറഞ്ഞ എല്ലാ പദ്ധതികളും മറ്റെന്തെങ്കിലും വിവേചനം ഉണ്ടോ? തീർച്ചയായിട്ടും. അതായത് എന്തൊക്കെ വിവേചന? ഈ ഇവിടെ ഫണ്ട് കിട്ടാത്ത ഏതെങ്കിലും വിവേചനം ഉണ്ടോ? ഞാൻ താങ്കളോട് ഞാൻ നേരത്തെ ചോദിച്ചല്ലോ എറണാകുളം ജില്ലയില് കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനമാണ്. വ്യവസായ തലസ്ഥാനമായിട്ടുള്ള എറണാകുളം ജില്ലയില് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പിലാക്കിയതുപോലുള്ള ഇപ്പൊ കൊച്ചി മെട്രോയും കൊച്ചി വിമാനത്താവളവും അല്ലെങ്കിൽ കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയവും ഒക്കെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ, അത്തരത്തിലുള്ള എന്ത് പദ്ധതിയാണ് നമുക്ക് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഈ 10 വർഷക്കാലത്തിൽ LDF സർക്കാരിന് ചെയ്യാൻ സാധിച്ചത്? അത് അങ്കമാലിയോട് മാത്രമല്ല അങ്കമാലിയോടും എറണാകുളത്തോടും കേരളത്തോട് പൂർണ്ണമായിട്ട് തന്നെ വിവേചനം കാണിച്ച ഒരു ഗവൺമെന്റാണ്. എടുത്തു പറയത്തക്കതായിട്ടൊന്നുമില്ല. ഞാൻ പൊതുവൽക്കരിച്ചിട്ട് കാര്യമില്ല. അങ്കമാലിയുടെ കാര്യം MLA-യുടെ വിവേചനം കാണിച്ചിട്ടുണ്ടോ അല്ല എന്ന്
MLA കണക്കാരുടെ കോടികൾ ഏതെങ്കിലും എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? റോഡ് വികസനത്തിനായാലും മറ്റേതെങ്കിലും സ്കൂൾ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നയത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷേ അങ്കമാലി മണ്ഡലത്തിൽ തന്നത് അംഗീകരിക്കാതിരിക്കാൻ കഴിയുമോ? ചേട്ടൻ റോഡിന്റെ കാര്യവും സ്കൂളിന്റെ കാര്യവും ഒക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് വരാം. ഞാൻ 2016 MLA വരുമ്പോൾ അങ്കമാലി നിയോജകമണ്ഡലത്തിൽ ആകെ 4 BMPC റോഡുകളാണുള്ളത്. 4 BMPC റോഡുകൾ. ഇന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, അങ്കമാലി നിയോജകമണ്ഡലത്തിൽ 24 BMPC റോഡുകൾ പണി പൂർത്തീകരിക്കുകയും ഏതാണ്ട് 5 റോഡുകൾ അതിന്റെ നിർമ്മാണ ഘട്ടത്തിലുമാണ്. വളരെ സുഗമമായിട്ട് കുണ്ടും കുഴിയും ഇല്ലാതെ അങ്കമാലിയിൽ അങ്ങോളം ഇങ്ങോളം നടക്കാൻ സാധിക്കുന്ന തരത്തിൽ റോഡുകളുടെ വികസനം നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം റോഡ് എന്ന് പറയുന്നത് ആളുകൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അത് മണ്ഡലത്തിന്റെ ഏറ്റവും അറ്റം വരെ, മുക്കിലും മൂലയിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാറ്റൂരിന്റെ അറ്റത്ത് മുളങ്കുഴി വരെ, ഏഴാറ്റുമുഖത്തെ അറ്റത്ത് പ്രകൃതി ഗ്രാമം വരെ, പാറക്കടവ് പഞ്ചായത്തിന്റെ അറ്റത്ത് പോത്തുശ്ശേരി വരെ, അങ്ങനെ നമ്മുടെ നിയോജകമണ്ഡലത്തിന്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് വരെ നമുക്ക് റോഡുകൾ ഇത്രയും മനോഹരമാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് മാത്രമല്ല. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അങ്കമാലി നിയോജകമണ്ഡലത്തില് താങ്കൾ ചോദിച്ചുള്ള വിവേചനമുണ്ടോ എന്ന്. അങ്കമാലി നിയോജകമണ്ഡലത്തിൽ ഈ റോഡ് പദ്ധതികളിൽ ഒന്നുപോലും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടല്ല. കാരണം കിഫ്ബിയുടെ ഒരു റോഡ് പോലും അങ്കമാലി നിയോജകമണ്ഡലത്തിൽ ഇതുവരെ അനുവദിച്ചിട്ടില്ല ഈ 10 വർഷത്തിനിടയിൽ. അത് വിവേചനമല്ലേ? നിങ്ങൾ കിഫ്ബി വലിയ സംഭവമാണെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം ഉണ്ടായി, കിഫ്ബിയുടെ ഫണ്ട് അനുവദിക്കാഞ്ഞതുകൊണ്ടുണ്ടായ പ്രയോജനം എന്ന് പറഞ്ഞാൽ, അത് അനുവദിച്ചിരുന്നുവെങ്കിൽ അനുവദിച്ചു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായേനെ, പക്ഷെ പ്രവൃത്തി പദത്തിൽ വരില്ലേ. ഇത് അല്ലാതെ നമ്മള് നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റോഡ് പണിതിട്ടുണ്ട്, CRIF ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റോഡ് പണിതിട്ടുണ്ട്, ശബരിമല പാക്കേജിൽ ഉപയോഗിച്ചുകൊണ്ട് റോഡ് പണിതിട്ടുണ്ട്. അങ്ങനെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, ബഡ്ജറ്റ് അലോക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റോഡ് പണിതിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നിയോജകമണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും വരെ ഈ റോഡ് വികസനം നടത്തിയത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, 2016 ആ കാലഘട്ടങ്ങളിലൊക്കെ മഴക്കാലമായാൽ നിങ്ങൾക്ക് പത്രങ്ങളുടെ പ്രാദേശിക പേജ് മുഴുവൻ റോഡുകളുടെ കുണ്ടും കുഴിയുടെയും പടവും വാർത്തയും കൊടുക്കാനേ നിങ്ങൾക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ ഒരു സ്ഥിതി അങ്കമാലിയിൽ നിങ്ങൾക്കുണ്ടോ? അത് അത്ര അധികമായിട്ട് പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫണ്ടുകൾ ലഭ്യമാക്കി നമ്മൾ ഈ റോഡുകളുടെ മുഴുവൻ വികസനം സാധ്യമാക്കിയതുകൊണ്ടാണ്. റോഡ് വികസനം എന്ന് പറയുന്നത് വെറുതെ റോഡ് ടാർ ചെയ്യുക മാത്രമല്ല, നമ്മൾ നിരവധി റോഡുകൾ വർഷങ്ങളായി എന്താ പറയുക, വികസനം നടക്കാത്ത മേഖലകളിൽ 100 കണക്കിന് ആളുകളുടെ ഭൂമി സൗജന്യമായിട്ട് ഏറ്റെടുത്തു. 1 രൂപ കൊടുക്കാതെ സൗജന്യമായി ഭൂമി ഏറ്റെടുത്ത് റോഡ് വീതി കൂട്ടി നിർമ്മിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. ജർമ്മൻ ബാങ്കിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 98 കോടി രൂപ ലഭ്യമാക്കിയിട്ടാണ് നമ്മൾ മൂക്കന്നൂർ ഏഴാറ്റുമുഖം പ്ലാച്ചിപ്പാറ പാലിശ്ശേരി റോഡ് യാഥാർത്ഥ്യമാക്കിയത്. 2 സ്കൂളുകളുടെ കാര്യത്തിൽ, സ്കൂളുകളും നമുക്കറിയാം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. നിയോജകമണ്ഡലത്തിൽ നമുക്ക് 24 സർക്കാർ സ്കൂളുകളാണുള്ളത്. ആ 24 സർക്കാർ സ്കൂളുകളിൽ 17 സർക്കാർ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. അതിനു മുമ്പ് 10 വർഷക്കാലം നിങ്ങൾ എടുത്ത് പരിശോധിക്കൂ. അങ്ങനെ 10 വർഷ കാലയളവിൽ 17 സർക്കാർ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുവെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സാധിച്ചിട്ടുണ്ട്. അതും ഞാൻ പറയുന്നല്ലോ, പലതരത്തിലുള്ള ഫണ്ടുകളാണ്. നബാർഡിന്റെ ഫണ്ടുണ്ട്, അതിനകത്ത് ഇതര സംസ്ഥാനങ്ങളിലെ MP-മാരുടെ ഫണ്ട് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട് 4 സ്കൂളുകൾ. ഇതര സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തുള്ള രാജ്യസഭ ഉൾപ്പെടെയുള്ള MP-മാരുടെ ഫണ്ട് കൊണ്ടുവന്ന് 4-5 സ്കൂളുകൾ വന്നിട്ടുണ്ട്. AK ആന്റണി MP-യുടെ ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് ഈ 17 സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. കാരണം അടിസ്ഥാന വികസനമാണ്. MLA ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുടിവെള്ള വിതരണത്തിൽ നമുക്ക് ജലജീവൻ പദ്ധതിയുടെ കാര്യത്തിലായാലും അങ്കമാലി കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിലായാലും അതിന്റെ എല്ലാം വിപുലീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20,000 വീടുകൾക്കാണ്, 20,000-ഓളം വീടുകളിൽ പുതിയ കണക്ഷനുകൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ സാധിച്ചത് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായി നമുക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നടത്താൻ സാധിക്കുന്ന ഇടപെടലുകൾ കൃത്യമായി നടത്തി മുന്നോട്ട് പോയതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലെല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെയും അതിനകത്ത് മറ്റ് എല്ലാ ജനപ്രതിനിധികളുടെയും എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അതൊക്കെ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ പറയുന്നു കിഫ്ബി വലിയ വികസനം നടത്തിയെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്കമാലി നിയോജകമണ്ഡലത്തിൽ ഒരൊറ്റ കിഫ്ബി റോഡ് ഇല്ലാതെ പോയത്? അത് ഈ
എന്തുകൊണ്ടാണ് അങ്കമാലിക്ക് ഒരെണ്ണം പോലെ അനുവദിക്കാതിരുന്നത്? അനുവദിച്ചത് ബൈപ്പാസാണ്. അത് ഞാൻ പറഞ്ഞു, ബൈപ്പാസ് നടന്നിട്ടില്ല. അത് അങ്കമാലിയിലുമല്ല 16 ബൈപ്പാസ് പദ്ധതികൾ പ്രഖ്യാപിച്ചു, ഒന്നും നടന്നിട്ടില്ല. ഫോളോ അപ്പ് ചെയ്യുന്നില്ല. പദ്ധതികളിൽ ഫ്ലെക്സ് വെക്കൽ മാത്രമേ, അപേക്ഷ കൊടുക്കൽ മാത്രമേ ഭരണകക്ഷി എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും മണ്ഡലങ്ങളിൽ ഈ ബൈപ്പാസ് നടക്കാതെ പോയത് ആരുടെ കഴിവുകേട് കൊണ്ടാണ്? പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ നമുക്ക് സാധിച്ചു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ റോഡ് വികസനം പോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള വളർച്ചയും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സ്കൂളുകളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ നമുക്ക് ഒരു ITI ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നമുക്കിവിടെ തുടങ്ങുന്ന കാര്യത്തിലായാലും ഒക്കെ ആ ഒരു ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് മത്സര പരീക്ഷകളിൽ, ഇപ്പോൾ PSC പരീക്ഷകളിൽ ഉൾപ്പെടെ തയ്യാറെടുക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ട് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന് സ്കിൽ എക്സലൻസ് സെന്റർ രൂപീകരിച്ചു. ആ സ്കിൽ എക്സലൻസ് സെന്ററിൽ ഇന്ന് അവിടെ കൃത്യമായ പരിശീലനങ്ങൾ കൊടുക്കാൻ AC ക്ലാസ് മുറികൾ ഉൾപ്പെടെ നമ്മൾ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച് അവിടെ കൃത്യമായ പരിശീലനങ്ങൾ നൽകുന്നു. അവിടെ പരിശീലനം ലഭിച്ച നിരവധി ആളുകൾ ഇന്ന് സർക്കാർ സർവീസിൽ ഉൾപ്പെടെ വിവിധ മത്സര പരീക്ഷകൾ എഴുതി പല സർവീസുകളിലും കയറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന കാര്യമാണ്. താങ്കൾ സൂചിപ്പിച്ച കാര്യം, നമ്മുടെ പ്രത്യേകിച്ച് പുതിയ തലമുറ നാട് വിട്ടു പോകുന്നത്, അത് 10 വർഷക്കാലത്ത്, കഴിഞ്ഞ ഈ 10 വർഷക്കാലത്തെ ഭരണത്തിന് കീഴിൽ ഈ നാട്ടിൽ നിന്നാൽ രക്ഷപ്പെടില്ല എന്നുള്ളൊരു തോന്നല് കേരളത്തിലെ യുവജനങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഏത് വിധേനയും പുറത്തു പോകണം, വിദേശത്ത് പോയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവണം. അവർക്ക് അതിനനുസരിച്ചുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവണം, തൊഴിലവസരങ്ങൾ ഉണ്ടാവണം, വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റം ഉണ്ടാവണം. കാരണം ഇന്നത്തെ പല കോഴ്സുകളും അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റികളിലും പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു തൊഴിൽ ലഭിക്കാവുന്ന സാഹചര്യം ഇന്ന് ഇല്ലാത്ത കേരളത്തിലില്ല. അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, പുതിയ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഉണ്ടാവണം, അവർക്ക് കേരളത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ പരമാവധി ആളുകളെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഉണ്ടാവേണ്ടത്. തീർച്ചയായിട്ടും UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ഞാൻ പറഞ്ഞു പോയാൽ അങ്ങനെ കുറെ അധികം പറയേണ്ടി വരും. ഒരു ചോദ്യം, കാരണം നിരവധി പിൻവാതിൽ നിയമനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. LDFന്റെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം അല്ലല്ല BJPയുടെ NDAയുടെ കാൻഡിഡേറ്റ് വളരെ ദുർബലമാണ്. ഈ മണ്ഡലത്തിൽ LDFും ഈ NDAയും തമ്മിൽ വല്ല ഡീലും MLA സംശയിക്കുന്നുണ്ടോ? ഇതാണ് അല്ല, ഓരോ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികൾ ആരാണെന്നൊക്കെയുള്ള തീരുമാനിക്കുന്ന അവകാശം അവർക്കുള്ളതാണ്. അത് എനിക്കിപ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചല്ല എനിക്ക് പറയാൻ കഴിയും. ഇപ്പോ ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. പക്ഷെ കേരളത്തിൽ ഞാനിവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് LDFന്റെ സ്ഥാനാർത്ഥി ആരാണ്, NDAയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കുക. ഞാൻ എന്നെ കോൺഗ്രസ് പാർട്ടി UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ചോദിച്ചു. ഞാൻ മറ്റ് സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും മോശമായിട്ടൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. അതൊക്കെ ഓരോ രാഷ്ട്രീയ പ്രവർത്തകരുടെ അവരുടെ അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെയാണ്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ കേരളത്തിലെമ്പാടും CPM BJP ഒരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിലെ BJP CPM നെക്സസ് അത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം CPM ആഗ്രഹിക്കുന്നത് ഒരു കോൺഗ്രസ് മുക്ത കേരളമാണ്, BJP ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അപ്പോൾ ഈ രണ്ടാളുകളും കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ജനങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഡീലൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് പ്രതിഫലിക്കും. UDF അധികാരത്തിൽ
ആദ്യമായി പരാമർശിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു അതിർത്തി തർക്കത്തിന്റെ പേര് തുടങ്ങി വെച്ചുകൊണ്ട് പെരുമ്പാവൂർ നിയോജകമണ്ഡലവും അങ്കമാലി നിയോജകമണ്ഡലവും ബന്ധിപ്പിക്കുന്ന കാലടി പാലത്തിന്റെ വിഷയം എടുത്തിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയാസിലും മറ്റുള്ള രംഗങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ കോടനാട് പണിയാറ്റൂർ പാലവും കാലടി പാലത്തിന്റെ വീഴ്ചയും എന്ന് പറഞ്ഞാൽ 2012 42 കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ചിട്ട് പിന്നീട് ആ പാലത്തിൽ സംഭവിച്ചു. UDF എടുത്ത നിലപാട് എന്താണ്? MLA അതിന്റെ ഭാഗമായി പ്രവർത്തിച്ച നെഗറ്റീവ് വർക്ക് എന്താണ്? എനിക്ക് സൂചിപ്പിക്കാൻ ഇത്രേ ഉള്ളൂ. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് കാലടി പാലത്തിന് പണം അനുവദിച്ചു 42 കോടി രൂപ. അന്ന് ഈ പറയുന്ന ശ്രീ സാജു പോള് പെരുമ്പാവൂർ MLA-യും അതുപോലെ അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ അങ്കമാലി MLA-യുമായിരുന്നു. എന്തുകൊണ്ടാണ് ആ പാലത്തിന്റെ നിർമ്മാണം അന്ന് അവർക്ക് നടത്താൻ സാധിക്കാതെ പോയത്? താങ്കൾ ഇവരെ നിങ്ങളൊക്കെ ചോദിച്ചത് MLA-മാരാണ് മുൻകൈ എടുക്കേണ്ടതാണല്ലോ. എന്തുകൊണ്ട് അന്ന് ആ തുക വിനിയോഗിച്ചുകൊണ്ട് ആ പാലം പണിയുവാനായിട്ട് കഴിയാതെ പോയി? ആരാണ് ഉത്തരവാദി? എന്തായാലും ഞാനല്ലല്ലോ. ഇപ്പോൾ അതേ തുക ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കാലടിപ്പാലം ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അന്തിമഘട്ടത്തിലാണ്. അത് പണിയുന്നത് LDF സർക്കാർ അനുവദിച്ച തുകയൊന്നുമല്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് അനുവദിക്കപ്പെട്ട ആ തുക വിനിയോഗിച്ചുകൊണ്ട് കാലടി പാലം എല്ലാ തർക്കങ്ങളും പരിഹരിച്ച് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പല കുത്തിത്തിരിപ്പുകളും, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതിനകത്ത് എനിക്ക് വിഷമമുണ്ട്, പക്ഷേ അങ്ങനെ പല കുത്തിത്തിരിപ്പുകളും അവിടെ നടത്തി. അവിടെ 18ഓളം സമരങ്ങളൊക്കെ നടത്തിയതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അതൊക്കെ അവിടെ ആയിക്കട്ടെ. ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് കാലടിയിലെ സമാന്തര പാലം പണി പുരോഗമിക്കുന്നു. അത് അതിന്റെ അന്തിമഘട്ടത്തിലാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ കാലടി പാലം പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കും എന്നാണ് PWD ഉദ്യോഗസ്ഥര്, എഞ്ചിനീയർമാര് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കാലടി പാലം പൂർത്തിയാക്കാൻ സാധിച്ചതിൽ, അല്ലെങ്കിൽ അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എന്തുകൊണ്ടാണ് ആ കാലയളവിൽ അത് നടക്കാതെ പോയത് എന്ന് അവരാണ് ഉത്തരം പറയേണ്ടത്, ഞാനല്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് ഒരു കാര്യം പറയുന്നത്, നമ്മുടെ അങ്കമാലി ബൈപ്പാസ് ഈ പറയുന്ന DS-ന്റെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ UDF വന്നിട്ടുള്ള ബഡ്ജറ്റ് മാറ്റിക്കാണോ? ബഡ്ജറ്റിൽ നിന്ന് മാറ്റുന്ന വിഷയമില്ലല്ലോ ചേട്ടനെ ഒരു കാര്യം അറിയാം. ഒരു ബഡ്ജറ്റില് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതി പ്രഖ്യാപിച്ചതാണ്. അതിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. അതിന്റെ അന്ന് ചെയ്യാതെ പോയത് അന്ന് താങ്കൾ പറയുന്ന ഈ പറയുന്ന ജനപ്രതിനിധികൾ. അപ്പോ അപ്പൊ അന്ന് MLA ആരായിരുന്നു? അല്ല അന്ന് അപ്പൊ താങ്കൾ പറയുന്നത് അന്ന് ജോസ് തെറ്റയിൽ ആ കാലത്ത് നടപ്പിലാക്കിയില്ല എന്നാണ് പറയുന്നത്. അപ്പോ ജോസ് തെറ്റയിൽ MLA എന്ന നിലയ്ക്ക് നടത്താൻ സാധിച്ചില്ല. അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇത് അത് കുഴപ്പമില്ല. പക്ഷെ ഇതിപ്പോ MLA എന്ന നിലയ്ക്ക് റോജി എന്തുകൊണ്ട് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കും. താങ്ക് യു.